ഹലോ എവരി വൺ. സോ നമ്മുടെ ഫേസ് 1 എക്സാം JEE 2024 ഫേസ് 1 എക്സാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. റിസൾട്ട്സ് അനൗൺസ് ചെയ്തു. നമ്മുടെ ഫേസ് 2 എക്സാമിൻ്റെ രജിസ്ട്രേഷൻ മാർച്ച് 2 വരെ നമുക്കിപ്പോൾ ഓപ്പൺ ആണ്. നമുക്കറിയാം നവംബറിലാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻസ് വന്നത്. അതിനുശേഷം JEE 1 and 2 അതായത് ഫസ്റ്റ് ഫേസിനും സെക്കൻഡ് ഫേസിനും ഒരുമിച്ച് രജിസ്റ്റർ ചെയ്യാനും അതിനോടൊപ്പം തന്നെ പേയ്മെൻറ്റ് നടത്താനുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് പണ്ടേ കിട്ടിയിരുന്നു. എന്നാൽ നിങ്ങളിൽ പലരും ചിലപ്പം നമ്മുടെ ഫേസ് 1 മാത്രമായിരിക്കും പേയ്മെൻറ്റ് കൊടുത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക. ചിലപ്പോൾ നിങ്ങൾ ഫേസ് 2 സെപ്പറേറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങളെ ഞാൻ 3 കാറ്റഗറിയിൽ പെടുത്താം. ഒന്നാമത് ചിലപ്പോൾ നിങ്ങൾ 2 ഫേസിനും ഒരുമിച്ച് രജിസ്റ്റർ ചെയ്ത് പേയ്മെൻറ്റ് അടച്ച ആൾക്കാരാവാം. അല്ലെങ്കിൽ ഫേസ് 1 വേണ്ടി മാത്രം നിങ്ങൾ പൈസ കൊടുത്ത് ചിലപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവാം. ഫേസ് 2 ഇനി രജിസ്റ്റർ ചെയ്യണമായിരിക്കും. മൂന്നാമത് ചിലപ്പോൾ നിങ്ങൾ ഫേസ് 1 എഴുതാതെ ഫേസ് 2 വേണ്ടി ഫോക്കസ് ചെയ്ത് ഫേസ് 2 ഇനി കംപ്ലീറ്റ്ലി പുതിയൊരു രജിസ്ട്രേഷൻ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നവരാവാം. സോ നിങ്ങൾ 2 രജിസ്ട്രേഷൻസും അതായത് ഫേസ് 1 ഫേസ് 2 രജിസ്ട്രേഷൻ നിങ്ങൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തുവെങ്കിൽ ഇനി നിങ്ങളൊന്നും ചെയ്യാനില്ല. ഇനി അതേസമയം നിങ്ങൾ ഫേസ് 1 രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തു, ഫേസ് 2 രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ഇനി സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ, അതായത് ഫേസ് 1 മാത്രമേ രജിസ്റ്റർ ചെയ്തുള്ളൂ, ഫേസ് 2 ഇനി സെപ്പറേറ്റ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഇപ്പോഴാണ് അതിൻ്റെ സമയം. അത് മാർച്ച് 2 വരെയാണ് നമുക്ക് അതിനുള്ള ടൈം നിലവിൽ നമ്മുടെ NTA അലോട്ട് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഉപയോഗിച്ച് നിങ്ങൾ ലോഗിൻ ചെയ്യുക. ഇവിടെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ പുതിയൊരു ആപ്ലിക്കേഷൻ നമ്പർ ഒരിക്കലും ജനറേറ്റ് ചെയ്യരുത്. കാരണം ഒരേ കാൻഡിഡേറ്റിൻ്റെ പേരിൽ 2 ആപ്ലിക്കേഷൻ നമ്പർ വന്നാൽ പിന്നീട് അതൊരു അഡ്മിഷൻ ടൈമിൽ നിങ്ങൾക്കതൊരു പ്രശ്നമായി വരാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരത്തെ യൂസ് ചെയ്ത ആപ്ലിക്കേഷൻ ID ഏതാണോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നമ്പർ ഏതാണോ ആ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് നിങ്ങൾ ലോഗിൻ ചെയ്യുക. നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നോക്കാം ഈ കാണുന്ന രീതിയിൽ ഒരു സ്ക്രീൻ ആയിരിക്കും നിങ്ങൾക്ക് കാണാനുണ്ടാവുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം രജിസ്ട്രേഷൻ കംപ്ലീറ്റ്, ആപ്ലിക്കേഷൻ ഫോം കംപ്ലീറ്റ്, ഫീ പേയ്മെൻറ്റ് കംപ്ലീറ്റ് എന്ന് നിങ്ങൾക്ക് കാണാം. ഈ കാണിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫേസ് 1 രജിസ്ട്രേഷനും ആപ്ലിക്കേഷൻ ഫോമും നിങ്ങൾ ഫില്ല് ചെയ്തു എന്നാണ് ഇത് കാണിക്കുന്നത്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, ഈ ആപ്ലിക്കേഷൻ എന്നുള്ള സെഗ്മെൻറ്റിലേക്ക് പോവുക. ഈ ആപ്ലിക്കേഷൻ സെഗ്മെൻറ്റിലേക്ക് പോകുന്ന സമയത്ത് താഴേക്ക് കുറേ കാര്യങ്ങൾ വരും. കോൺടാക്ട് ഡീറ്റെയിൽസ്, പേഴ്സണൽ ഡീറ്റെയിൽസ്, എക്സാം സെൻറ്റർ ഡീറ്റെയിൽ, അങ്ങനെ പല കാര്യങ്ങൾ വരും. അതിൽ കോൺടാക്ട് ഡീറ്റെയിൽസും പേഴ്സണൽ ഡീറ്റെയിൽസും തുടങ്ങി ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഓൾറെഡി ഫില്ല് ചെയ്തതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നിങ്ങൾ ഈ എക്സാം സെൻറ്റർ ഡീറ്റെയിലേക്കാണ് നിങ്ങളിവിടെ ക്ലിക്ക് ചെയ്യേണ്ടത്. യു ഹാവ് ടു ക്ലിക്ക് ഓൺ ദ എക്സാം സെൻറ്റർ ഡീറ്റെയിൽ. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നോക്കി ഇത് ഈ രീതിയിലായിരിക്കും നമ്മുടെ പേജ് അപ്പിയർ ആവുക. പേജ് ഈ രീതിയിൽ അപ്പിയർ ആകുമ്പോൾ നിങ്ങൾ 2 കാര്യമാണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. ഒന്ന്, ഇവിടെ സെഷൻ 2 എന്നുള്ള കാര്യം നിങ്ങൾ സെലക്ട് ചെയ്യുക. സെഷൻ 2 നിങ്ങൾ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നോക്കിയേ, ഇവിടെ BTech ഓൾറെഡി സെലക്റ്റഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ഫേസ് 1 BTech ഓൾറെഡി സെലക്ട് ചെയ്ത് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആക്കിയിരുന്നു. അതിനോട് കൂടെ തന്നെ നിങ്ങൾക്ക് BRക്കോ B പ്ലാനിങ്ങോ സെക്കൻഡ് ഫേസിൽ എഴുതാൻ താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അതും സെലക്ട് ചെയ്യാം. അതിനുശേഷം സെഷൻ 2 എന്തായാലും സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴേക്ക് നോക്കുമ്പോഴത്തേക്ക് നോക്കിയേ, നിങ്ങളുടെ എക്സാം സിറ്റി, അതായത് എക്സാം സെൻറ്റർ ഏത് സിറ്റിയിൽ വേണം എന്നുള്ള ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഓൾറെഡി കൊടുത്ത അഡ്രസ്സ് അത് നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല. ആ അഡ്രസ്സ് പ്രകാരം വേണമെങ്കിൽ നിങ്ങളുടെ ജില്ല ഈ തന്നിരിക്കുന്ന ഡ്രോപ്പ് ഡൗൺ ഓപ്ഷനിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റാവുന്നതാണ്. അതായത് ഫേസ് 2 നിങ്ങൾ ചൂസ് ചെയ്യുന്ന എക്സാം സിറ്റി വേറെ ഒരെണ്ണമാണ് എങ്കിൽ ഫൈൻ, അത് നിങ്ങൾക്ക് ഈ ഡ്രോപ്പ് ഡൗണിലുള്ള ഓപ്ഷൻസ് അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ ഫില്ല് ചെയ്ത ശേഷം ബാക്കിയുള്ള ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽ, അഡീഷണൽ ഡീറ്റെയിൽസ്, എമർജൻസി കോൺടാക്ട് ഡീറ്റെയിൽസ്, അപ്ലോഡ് ഡോക്യുമെൻറ്റ്, ഈ കാര്യങ്ങളൊക്കെ എല്ലാം കറക്റ്റാണ് എന്ന് വെരിഫൈ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ താഴെ ഫൈനൽ സബ്മിറ്റ് എന്നുള്ള ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് പോവുക. ഫൈനൽ സബ്മിറ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുവരെ നിങ്ങൾ ഫില്ല് ചെയ്ത എല്ലാ ഡീറ്റെയിൽസും കാണിച്ചുകൊണ്ട് ഒരു പ്രിവ്യൂ നിങ്ങൾക്ക് വരും. ആ പ്രിവ്യൂവിൽ തന്നെ സെഷൻ 2 ആണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അത് അവിടെ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. അതില്ല എങ്കിൽ തിരിച്ച് പിന്നെയും എക്സാം സെൻറ്റർ ഡീറ്റെയിൽസിലേക്ക് പോവുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, സെഷൻ 2 എന്നുള്ള ഈ കാര്യം നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നുള്ള ഉറപ്പ് വരുത്തുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഫൈനൽ സബ്മിറ്റ് പോകുന്നു. അടിയിൽ ഫൈനൽ സബ്മിറ്റ് ഒരു ഓപ്ഷൻ ഉണ്ടാവും. പ്രിവ്യൂ മുഴുവനായി വായിച്ച് നോക്കിയ ശേഷം ഫൈനൽ സബ്മിറ്റ് കൊടുക്കുക. അതിനുശേഷം ഈ ഫൈനൽ സബ്മിറ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോവുക. ഫൈനൽ സബ്മിറ്റ് കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ വരാം ഒരു ചെറിയൊരു ഡ്രോപ്പ് ബോക്സ് വരാം, യു ഹാവ് ഓൾറെഡി സബ്മിറ്റഡ് ദ ഡീറ്റെയിൽസ്. അത് കുഴപ്പമില്ല. അതിനുശേഷം നിങ്ങൾ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോവുക. പേയ്മെൻറ്റ് ഓപ്ഷനിൽ നിങ്ങളുടെ പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കാർഡ് ഉപയോഗിച്ചോ UPI ട്രാൻസാക്ഷൻ ഉപയോഗിച്ചോ നിങ്ങളുടെ പേയ്മെൻറ്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾ ഫേസ് 1 രജിസ്റ്റർ ചെയ്യാത്ത ഒരാളാണെന്ന് വിചാരിക്കുക. ഫേസ് 2 ഫ്രഷ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങളൊരു പുതിയ ആപ്ലിക്കേഷൻ നമ്പർ രജിസ്റ്റർ ചെയ്യേണ്ടി വരും. അതിനുശേഷം നമ്മുടെ എൻറ്റയർ പ്രോസസ്സ്, അതായത്
JEE മെയിൻസിന് രജിസ്റ്റർ ചെയ്യാനുള്ള എൻറ്റയർ പ്രോസസ്സ് നിങ്ങൾ ആദ്യമേ തുടങ്ങി നിങ്ങൾ ചെയ്യേണ്ടി വരും. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മുടെ യൂട്യൂബ് ചാനൽ ഓൾറെഡി അപ്ലോഡ് ആയിട്ടുണ്ട്, നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം. സോ ഒന്നുകൂടെ പറയാം, നിങ്ങൾ phase 1 phase 2 രണ്ടിനും ഒരുമിച്ച് രജിസ്റ്റർ ചെയ്തവരാണ് എങ്കിൽ ഇനി ഒന്നും നിങ്ങൾക്ക് എക്സ്ട്രാ ചെയ്യാനില്ല. നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ ഓൾറെഡി യൂസ് ചെയ്ത ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ phase 1 മാത്രമേ രജിസ്റ്റർ ചെയ്ത് പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ളൂ, രണ്ടാമത്തെ ഫേസിന് നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്തണമെന്നാണ് എങ്കിൽ നിങ്ങൾ നോക്കുക, നിങ്ങൾ ലോഗിൻ ചെയ്യുക, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ സെയിം ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡ് ഉപയോഗിച്ച് തന്നെ ലോഗിൻ ചെയ്യുക. അതിനുശേഷം എക്സാം സെൻറ്റർ ഡീറ്റെയിൽസിലേക്ക് പോവുക. അവിടെ നിങ്ങളുടെ എക്സാംസ് സെലക്ട് ചെയ്യുക. BTech, ഇനി നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ആർക്കിടെക്ചറോ പ്ലാനിങ്ങോ എഴുതണമെങ്കിൽ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. സെഷൻ 2 എന്നുള്ള കാര്യം എന്തായാലും നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിലും കറക്റ്റ് ആണെന്ന് വെരിഫൈ ചെയ്യുക. ഫൈനൽ സബ്മിറ്റിലേക്ക് പോവുക. ഫൈനൽ സബ്മിറ്റിൽ പ്രിവ്യൂ മുഴുവനായി വായിച്ചു നോക്കിയ ശേഷം നിങ്ങൾക്ക് ഫൈനൽ സബ്മിറ്റ് കൊടുക്കാം. അതിനുശേഷം നിങ്ങളുടെ പേയ്മെൻറ്റിലേക്ക് പോവുക. പേയ്മെൻറ്റ് സെഗ്മെൻറ്റിൽ നിങ്ങളുടെ പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ പേയ്മെൻറ്റ് നിങ്ങൾ കംപ്ലീറ്റ് ആക്കുക. അതോടുകൂടെ നിങ്ങൾ സെക്കൻഡ് ഫേസിനും കൂടെ രജിസ്റ്റർ ആയിട്ടുണ്ടാവും. ഇനി നിങ്ങൾ phase 1 രജിസ്റ്റർ ചെയ്തിട്ടില്ല, phase 2 വേണ്ടി മാത്രമാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളൊരു പുതിയ ആപ്ലിക്കേഷൻ നമ്പർ തന്നെ ജനറേറ്റ് ചെയ്യണം. അതിനുശേഷം എൻറ്റയർ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യണം. അതെങ്ങനെയാണെന്നുള്ളത് നമ്മുടെ യൂട്യൂബ് ചാനൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും എത്രയും പെട്ടെന്ന് നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക, അവസാനത്തെ നിമിഷത്തേക്ക് വെക്കണ്ട. സോ ഓൾ ദ വെരി ബെസ്റ്റ്, ബൈ.